ഹലോ ഫ്യൂച്ചർ ഫൈനാൻസ് ലീഡേഴ്സ്. കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ ഒരു ഇൻ്റർനാഷണൽ കരിയർ ചൂസ് ചെയ്യണം. ACCA വേണോ CMAOS വേണോ? കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ACCA കുറിച്ചിട്ടും CMAOS കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ രണ്ട് കോഴ്സുകൾ തമ്മിലുള്ള മേജർ ഡിഫറൻസസ്, കോഴ്സ് ഡീറ്റെയിൽസ്, കോഴ്സ് സ്ട്രക്ചർ, എക്സാം ഡ്യൂറേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ഇനി അതല്ല, കറൻറ്റ്ലി നിങ്ങളിപ്പോൾ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിയർ ഒന്ന് അഡ്വാൻസ് ചെയ്യണം എന്നൊരു ചിന്തയിലാണോ? നിങ്ങൾക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ACCA അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. 1904 UK ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് ACCA. കറൻറ്റ്ലി 2.5 ലക്ഷം ആക്റ്റീവ് മെമ്പേഴ്സ് വേൾഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷത്തോളം ആക്റ്റീവ് സ്റ്റുഡൻസ് കറൻറ്റ്ലി ACCAയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് CMA USA. CMA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ US ഒരു ബോഡിയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കറൻറ്റ്ലി 1,40,000 ആക്റ്റീവ് മെമ്പേഴ്സ് 150 കൺട്രീസിലായിട്ട് കറൻറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് കോഴ്സ് സ്ട്രക്ചർ. ആദ്യം നമുക്ക് ACCA കോഴ്സ് സ്ട്രക്ചർ പരിചയപ്പെടാം. ACCAയിൽ ടോട്ടൽ 13 പേപ്പേഴ്സാണ് ഉള്ളത്. നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ, ഇങ്ങനെ 3 ലെവലായിട്ടാണ് ഈ 13 പേപ്പേഴ്സിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നോളജ് ലെവലിൽ 3 പേപ്പേഴ്സും, സ്കിൽ ലെവലിൽ 6 പേപ്പേഴ്സും, പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പേഴ്സും. സോ 3+6+4 ടോട്ടൽ 13 പേപ്പേഴ്സാണ് ACCAയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളെ നമുക്ക് ACCA അഫിലിയേറ്റ് എന്ന് വിളിക്കാം. CMAOSന്റെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പാർട്ടായിട്ടാണ് IMA CMAOSനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാർട്ട് 1, പാർട്ട് 2. ഈ 2 പാർട്ടിനും സെപ്പറേറ്റ് എക്സാം ആയിട്ടാണ് IMA കണ്ടക്ട് ചെയ്യുന്നത്. ഈ 2 പാർട്ട് പാസ്സാവുക പ്ലസ് 3 വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് CMAOS ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ACCA ആണെങ്കിലും CMAOS ആണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ACCAക്ക് 3 ഇയർ വർക്ക് എക്സ്പീരിയൻസും CMAOSന് 2 ഇയർ വർക്ക് എക്സ്പീരിയൻസും നിർബന്ധമാണ്. ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം ACCAയിലോട്ട് എൻറോൾ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങൾ 10th കഴിഞ്ഞതിന് ശേഷമോ +2 കഴിഞ്ഞതിന് ശേഷമോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമോ റൈറ്റ് അവേ നിങ്ങൾക്ക് ACCAയിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. CMAOSന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷമോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമോ ഡയറക്ട്ലി CMAOSലോട്ട് എൻറോൾ ചെയ്യാം. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് എക്സാം സ്ട്രക്ചർ. എക്സാം സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിച്ചത് പാസ്സാവാൻ എത്ര മാർക്ക് വേണം, എപ്പോഴാണ് എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. സോ ACCAയുടെ കേസിൽ നിങ്ങൾക്ക് പാസ്സാവാൻ 100ൽ 50% മാർക്ക്, അതായത് 100 മാർക്കിൽ 50 മാർക്ക് സ്കോർ ചെയ്താൽ ഒരു എക്സാം പേപ്പർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. ഇനി CMAOSന്റെ കേസ് നോക്കുകയാണെങ്കിൽ 500 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യാം. ഇതിൽ 72%, അതായത് 360 മാർക്ക് സ്കോർ ചെയ്താൽ എക്സാം പാസ്സാവാൻ വേണ്ടി പറ്റും. CMAOSന്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ MCQ ക്വസ്റ്റ്യനും അതേപോലെ കേസ് സ്റ്റഡിയുമാണ്. ടോട്ടൽ മാർക്കിന്റെ 75% MCQ ക്വസ്റ്റ്യനും 25% കേസ് സ്റ്റഡിക്കും. ഇനി എപ്പോഴാണ് ACCAയുടെയും CMAOSന്റെയും എക്സാം കണ്ടക്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 4 സെഷൻ ആയിട്ടാണ് ACCAയുടെ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. എന്നാൽ CMAയുടെ കേസിൽ 3 വിൻഡോസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ജനുവരി, ഫെബ്രുവരി, അതായത് ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള ഈ പീരീഡിനെയാണ് ഒരു വിൻഡോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ 3 വിൻഡോസ്, ജനുവരി ഫെബ്രുവരി വിൻഡോ, മെയ് ജൂൺ വിൻഡോ, സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ, ഇങ്ങനെ 3 വിൻഡോസ് ആയിട്ടാണ് CMAOSന്റെ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ നെക്സ്റ്റ് വി ഗോണ ഡിസ്കസ് അബൌട്ട് മോസ്റ്റ് അവൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ, കരിയർ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ACCA ആൻഡ് CMAOS. ACCA കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ജോബ് റോളിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് കൺസിഡർ ചെയ്ത് നോക്കാം. എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാം, ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ ഇങ്ങനെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ACCA നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആഫ്റ്റർ CMAOS, ഒരാൾ CMAOS കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ജോബാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൺസിഡർ ചെയ്ത് നോക്കാം. മെയിൻലി സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അതായത് ഒരു കമ്പനീന്റെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം,
കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ CMA നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ACCA കുറിച്ചിട്ടും CMAOസിനെ കുറിച്ചിട്ടും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഏത് ചൂസ് ചെയ്യണം? ഇത്രയും പോയിന്റ് ഡിസ്കസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, ACCA വേണോ CMAOS വേണോ. ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, ACCA ആയാലും CMAOS ആയാലും ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ കരിയർ ആൻഡ് താങ്ക് യു.